ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 5ാം ക്ലാസ്സിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, ഇംഗ്ലീഷിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസേഴ്സുമാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. SCERT കേരളയുടെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്, അവയുടെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എക്സാം എഴുതാനുള്ള സമയം 2 മണിക്കൂർ 15 മിനിറ്റാണ്. 30 മാർക്കിൻ്റെ ചോദ്യപേപ്പറാണിത്. ഓക്കെ, നിങ്ങൾക്ക് താഴെ ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്, അതൊക്കെ വായിച്ച് മനസ്സിലാക്കുക. ഒന്നാമത്തെ ആക്ടിവിറ്റിയിലേക്ക് കിടക്കാം. ആക്ടിവിറ്റി നമ്പർ 1 റീഡിംഗ് കോംപ്രിഹെൻഷൻ ആണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഫസ്റ്റ് വരാറുള്ളത് റീഡിംഗ് കോംപ്രിഹെൻഷൻ ആണ്. ഒന്നെങ്കിൽ പോം തരും, അല്ലെങ്കിൽ പാസേജ് തരും, അല്ലെങ്കിൽ സ്റ്റോറി തരും. എന്താണെങ്കിലും അത് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അതിന് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നുള്ളതാണ് വരാറുള്ളത്. അപ്പോൾ തന്നിട്ടുള്ളത് എന്താണോ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക, അതിനുശേഷം ഓരോന്നിനായിട്ട് ഉത്തരം എഴുതാൻ വേണ്ടി ശ്രമിക്കുക. റീഡ് ദ ഫോളോയിങ് പോം ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. ഇവിടെ ഒരു പോമാണ് തന്നിട്ടുള്ളത്, അത് നന്നായിട്ട് വായിക്കുക, എന്നിട്ട് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഐ ഫ്ലൂ മൈ കൈറ്റ് സോ ഹൈ ടുഡേ. ഇന്ന് ഞാൻ എൻ്റെ കൈറ്റ്, എൻ്റെ പട്ടത്തെ ഞാൻ ഒരുപാട് മുകളിലേക്ക് പറത്തി. ഇറ്റ് ഡാൻസ് വൈഡ് ദെൻ ഫ്ലൂ എവേ. അതിങ്ങനെ ആടി ഉലഞ്ഞുകൊണ്ടും ഇങ്ങനെ ഡാൻസ് ചെയ്തുകൊണ്ടും മേലേക്ക് പറന്നുപോയി. ദ ക്ലൗഡ്സ് വെയർ വൈറ്റ്, ദ ബ്രീസ് വാസ് ലൈറ്റ്. അപ്പോൾ ക്ലൗഡ്സ്, മേഘങ്ങൾ വളരെ വെള്ള നിറത്തിലുള്ളതായിരുന്നു. അത് മാത്രമല്ല തണുത്ത ഒരു ചെറിയ കാറ്റുമുണ്ടായിരുന്നു. മൈ കൈറ്റ് സോഡ് വിത്ത് ജോയ് ആൻഡ് ഡിലൈറ്റ്. വളരെ സന്തോഷത്തോടു കൂടിയിട്ടും വളരെ ഹാപ്പിയോട് കൂടിയിട്ടുമാണ് അത് പോയിട്ടുണ്ടായിരുന്നത്. ഇറ്റ് ഡിപ്ഡ് ആൻഡ് റോസ് ഐ ടൈനി ഡോട്ട്, ഐ റാൻ ആൻഡ് ലഫ്ഡ്, ഐ റാൻ എ ലോട്ട്. അപ്പം ഞാൻ അതിൻ്റെ പിന്നാലെ ഒരുപാട് ചിരിച്ചുകൊണ്ട് ഓടി. ഐ ഹെൽഡ് ദ സ്ട്രിങ് ടൈറ്റ് ആൻഡ് ഫെൽറ്റ് സോ പ്രൗഡ്. ഞാൻ അതിൻ്റെ ആ നൂലിങ്ങനെ വളരെ ടൈറ്റ് ആയിട്ട് പിടിച്ചു. എനിക്ക് വളരെ അഭിമാനം തോന്നുകയാണ് ചെയ്തത്. ആസ് ഇറ്റ് വേവ്ഡ് ജെന്റ്ലി എമംഗ് ദ ക്ലൗഡ്സ്. അത് ക്ലൗഡ്സിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ വേവ് ഇങ്ങനെ ചെയ്തുകൊണ്ട് ഇങ്ങനെ തിരമാല പോലെ ഇങ്ങനെ പറന്ന് പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് തന്നിട്ടുള്ള പോം. ഇനി നമുക്ക് ഇതിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് ദ സ്പീക്കർ ഡു വിത്ത് ദ കൈറ്റ്. കൈറ്റ് കൊണ്ട് സ്പീക്കർ എന്താണ്, ഈ പറയുന്ന ആൾ എന്താണ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പെയിൻറ്റഡ് ഇറ്റ്, അതിനെ പെയിൻറ് ചെയ്തു. ഫ്ലൂ ഇറ്റ്, അതിനെ പറത്തിക്കളഞ്ഞു. ഗേവ് ഇറ്റ് എവേ, അതിനെ ആർക്കോ കൊടുത്തു പോയി. ലോസ്റ്റ് ഇറ്റ്, അത് നഷ്ടമായി. എന്താണ് ഇവിടെ പറയുന്നത്? ഓപ്ഷൻ ബി ഫ്ലൂ ഇറ്റ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, ഓപ്ഷൻ ബി ഫ്ലൂ ഇറ്റ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ വെദർ ലൈക്ക് ഡ്യൂറിങ് ദ കൈറ്റ് ഫ്ലൈയിങ്. ആ ഒരു കൈറ്റ് പറക്കുന്ന സമയത്ത് എന്തായിരുന്നു അവിടുത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത്, അന്തരീക്ഷം എന്ന് പറയുന്നത് എങ്ങനെയുള്ളതായിരുന്നു? റെയിനി ആൻഡ് വിൻഡി, മഴയും കാറ്റുമുള്ളതായിരുന്നു. ഹോട്ട് ആൻഡ് സ്റ്റോമി, അതുപോലെ തന്നെ എന്താണ്, ചൂടും ഒരു കൊടുങ്കാറ്റും, അല്ല നല്ല കാലാവസ്ഥ അല്ലാത്ത രീതിയിലായിരുന്നു. നല്ല ചൂടും ഒരു ഉഷ്ണമൊക്കെ ഉള്ള സമയമായിരുന്നു. ക്ലൗഡി വിത്ത് എ ലൈറ്റ് ബ്രീസ്, എങ്ങനെയാണ്, മേഘങ്ങളും അതുപോലെ തന്നെ ചെറിയ ഒരു തണുത്ത കാറ്റുമുള്ള സമയം. സ്നോയ് ആൻഡ് കോൾഡ്, അതുപോലെ മഞ്ഞ് പെയ്യുകയും തണുപ്പുമുള്ള സമയമായിരുന്നു എന്നാണ് പറയുന്നത്. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ശരിയായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്. ക്ലൗഡി വിത്ത് എ ലൈറ്റ് ബ്രീസ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം. വാട്ട് ഈസ് ദ മൂഡ് ഓഫ് ദ പോം. ഈ പോമിൻ്റെ മൂഡ് എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണ്? ദ മൂഡ് ഈസ് ഹാപ്പി ആൻഡ് ജോയ്ഫുൾ, വളരെ സന്തോഷവും ജോയ്ഫുള്ളുമായിട്ടുള്ള ഒരു മൂഡായിരുന്നു. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് എ പെയർ റൈമിംഗ് വേർഡ്സ് ഫ്രം ദ പോം. ഈ പോമിൽ നിന്നും റൈമിംഗ് വേർഡ്സ് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. റൈമിംഗ് വേർഡ്സ് നമുക്കറിയാം, സെയിം സൗണ്ട്സ് വരുന്നതാണ് റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത് അല്ലേ. ഡോട്ട്, ലോട്ട്, ഇതൊക്കെ റൈമിംഗ് വേർഡ്സ് ആണ്. പ്രൗഡ്, ക്ലൗഡ്, ലൈറ്റ്, ഡിലൈറ്റ്, ഇതൊക്കെ സെയിം സൗണ്ട്സ് വരുന്നതാണ്. ഇതിനെയാണ് നമ്മൾ റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത്. ഇത് ഒരു ലൈനിൻ്റെ എൻഡിങ്ങിലാണ് വരുന്നത്. ഫിഫ്ത്ത് വൺ, ഫൈൻഡ് ഔട്ട് ദ വേർഡ് ദാറ്റ് മീൻസ് ഹാപ്പിനെസ്. ഹാപ്പിനെസ് എന്ന് അർത്ഥം വരുന്ന ഒരു വാക്ക് കണ്ടെത്തണം. ഏതാണത്? ഡിലൈറ്റ് എന്നുള്ളതാണ്. ഓക്കെ, ഡിലൈറ്റ് എന്നുള്ളത്. ഇനി നമുക്ക് ഇതിലെ സെക്കൻഡ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി നമ്പർ 2 പിക്ചർ സ്റ്റോറി എന്നുള്ളതാണ്. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ആൻഡ് ഡെവലപ്പ് എ സ്റ്റോറി ഫ്രം ദം. ഇവിടെ 4 പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് നോക്കിയിട്ട് ഇതിൽ നിന്നും ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഇവിടെ എന്താണ്, ഒരു കുട്ടി നടന്നു പോകുന്നു, ഒരു പൂച്ച മരത്തിൻ്റെ മുകളിൽ ഇരിക്കുന്നു, കുട്ടി പൂച്ചയുടെ അടുത്തേക്ക് പോകുന്നു, ആ പൂച്ചയെയും കൊണ്ട് പോകുന്നു. ഇതാണ് ഇവിടുത്തെ കഥ, പിക്ചർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്കൊരു സ്റ്റോറി എഴുതാം. ദ ബ്രേവ് ഗേൾ ആൻഡ് ദ ക്യാറ്റ് എന്ന് കൊടുക്കാം അല്ലെ. ബുദ്ധിമതിയായ ഒരു പെൺകുട്ടിയും ക്യാറ്റും. വൺ ഡേ എ ഗേൾ വാസ് വാക്കിംഗ് ത്രൂ ദ ഗാർഡൻ. ഒരു ദിവസം ഒരു പെൺകുട്ടി ഗാർഡനിലൂടെ നടന്നു പോവുകയായിരുന്നു. ഷീ സോ എ ലിറ്റിൽ ക്യാറ്റ് സിറ്റിംഗ് ഓൺ എ ട്രീ. അപ്പോഴാണ് അവൾ ഒരു ചെറിയ പൂച്ചക്കുട്ടി ഒരു മരത്തിലിരിക്കുന്നത് കണ്ടത്. ദ ക്യാറ്റ് ലുക്ക്ഡ് ഫ്രൈറ്റൻഡ് ആൻഡ് കുഡ് നോട്ട് കം ഡൗൺ. അത് വളരെ പേടിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങാതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്.
ദ ഗേൾ ക്വിക്ക്ലി ക്ലൈംബ് ദ ട്രീ ടു ഹെൽപ്പ് ദ ക്യാറ്റ്. അപ്പോൾ ഈ പെൺകുട്ടി വളരെ പെട്ടെന്ന് തന്നെ ആ മരത്തിൽ കയറിയിട്ട് ആ പൂച്ചയെ സഹായിക്കുകയാണ്. ഷീ ജെന്റ്ലി ലിഫ്റ്റഡ് ഇൻ ഹെർ ഹാൻഡ്സ്. അവൾ വളരെ പതുക്കെ ആ ഒരു പൂച്ചയെ അവളുടെ കൈകൊണ്ട് പൂച്ചയെ ഇങ്ങനെ തലോടി. ഫൈനലി ദ ഗേൾ കെയിം ഡൗൺ സേഫ്ലി ആൻഡ് ഹഗ്ഡ് ദ ക്യാറ്റ് വിത്ത് ലവ്. അവസാനം അവൾ ആ പൂച്ചയെയും കൊണ്ട് വളരെ സേഫായിട്ട് താഴെ ഇറങ്ങുകയാണ് ചെയ്യുന്നത്, വളരെ സ്നേഹത്തോടു കൂടിയിട്ട്. ദ ക്യാറ്റ് പുൾഡ് ഹാപ്പിലി. അപ്പോൾ ആ ക്യാറ്റിന് വളരെയധികം സന്തോഷം തോന്നി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ എഴുതാമല്ല, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഐഡിയ തോന്നുകയാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്കിത് എഴുതാവുന്നതാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. തോട്ട്സ് ആണ്. അറ്റംപ്റ്റ് എനി വൺ ഓഫ് ദ 2 ആക്ടിവിറ്റീസ് ബിലോ. താഴെ നമുക്ക് 2 ആക്ടിവിറ്റി ഉണ്ട്. അപ്പോൾ അതിൽ ഒരെണ്ണത്തിന് ആൻസർ ചെയ്താൽ മതി. പക്ഷെ നമ്മൾ രണ്ടും നോക്കുന്നുണ്ട് നിങ്ങൾക്ക് ആൻസേഴ്സ് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൂട്ടുകാർ ഇത്തരത്തിൽ ഓപ്ഷൻ ഉള്ളതിന് ഏതാണോ നന്നായിട്ട് അറിയുക അതിനെക്കുറിച്ച് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. Mrs. Raccoon took Chester's left hand and spread his tiny fingers into a fan. അപ്പോൾ മിസ്സിസ് റക്കൂണ് ചെസ്റ്ററിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് എടുത്തിട്ട് അതിൽ ടൈനി ഫിംഗേഴ്സ് ഇങ്ങനെ ഒരു ഫാന് പോലെ ഇങ്ങനെ ആക്കി. ദെൻ ലീനിങ് ടു ഫോർവേഡ് ഷി കിസ്ഡ് ചെസ്റ്റർ റൈറ്റ് ഇൻ ദ മിഡിൽ ഓഫ് ഹിസ് പാം. എന്നിട്ട് എന്ത് ചെയ്തു, ഒന്നും കൂടെ മുന്നോട്ട് നീങ്ങി നിന്നിട്ട് ചെസ്റ്ററിൻ്റെ പാം എടുത്തിട്ട് അതിന് മിഡിലായിട്ടൊരു കിസ് ചെയ്തു. ചെസ്റ്റർ വാസ് വെരി ഹാപ്പി. അപ്പോൾ ചെസ്റ്ററിന് വളരെയധികം സന്തോഷം തോന്നി. വാട്ട് വിൽ ബി ദ ചെസ്റ്റർ റക്കൂൺസ് തോട്ട് അറ്റ് ദാറ്റ് ടൈം. അപ്പോൾ ആ സമയത്ത് ചെസ്റ്റർ റക്കൂണ് തോന്നിയിട്ടുള്ള തോട്ട്സ് എന്തൊക്കെയാവുമെന്നാണ് നമ്മളുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. റൈറ്റ് ചെസ്റ്റേഴ്സ് തോട്ട്. അപ്പോൾ ചെസ്റ്റേഴ്സിൻ്റെ തോട്ടാണ് നമ്മളിവിടെ എഴുതേണ്ടത്. എന്തെഴുതാം? വാവ്, ഐ ക്യാൻ ഫീൽ മമ്മീസ് ലവ് ഇൻ മൈ ഹാൻഡ്. ഇപ്പം എനിക്ക് എൻ്റെ അമ്മയുടെ ആ ഒരു സ്നേഹം ഈ കൈകളിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. വെനെവർ ഐ മിസ് ഹെർ ഐ ക്യാൻ ഹോൾഡ് മൈ പാം ടു മൈ ചീക്ക് ആൻഡ് റിമെമ്പർ ദാറ്റ് ഷീ ഈസ് ഓൾവേസ് വിത്ത് മീ. അപ്പോൾ എപ്പോഴാണോ എനിക്ക് അമ്മയെ മിസ് ചെയ്യുന്നത് ആ സമയത്തൊക്കെ എൻ്റെ പാം എടുത്തിട്ട് എൻ്റെ ചീക്കിൽ വെച്ചിട്ട് എനിക്ക് ആ സമയത്ത് അമ്മയെ ഓർത്തെടുക്കാൻ വേണ്ടി പറ്റും എന്നാണ് പറയുന്നത്. നൗ ഐ എം നോട്ട് സ്കെയർഡ് ടു ഗോ ടു സ്കൂൾ. ഇപ്പോൾ എനിക്ക് സ്കൂളിൽ പോകാനൊന്നും യാതൊരു പേടിയുമില്ല. ഐ എം ഹാപ്പി ആൻഡ് ബ്രേവ് ബിക്കോസ് മമ്മീസ് ലവ് വിൽ സ്റ്റേ വിത്ത് മീ ഫോർ എവർ. ഇപ്പം ഞാൻ വളരെ ബുദ്ധിയുള്ള കുട്ടിയാണ്, വളരെ സന്തോഷമുള്ള കുട്ടിയുമാണ്. കാരണം എന്താണ്, അമ്മയുടെ സ്നേഹം എപ്പോഴും എൻ്റെ കൂടെ തന്നെയുണ്ട്. ഐ നോ ഐ ക്യാൻ മേക്ക് ന്യൂ ഫ്രണ്ട്സ് അറ്റ് സ്കൂൾ. എനിക്ക് തോന്നുന്നത് എനിക്കറിയാം എനിക്കിനി പുതിയ ഫ്രണ്ട്സിനെയൊക്കെ സ്കൂളിൽ നിന്ന് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. മമ്മീസ് കിസ് വിൽ ഓൾവേസ് ഗീവ് മീ സ്ട്രെങ്ത് ആൻഡ് കറേജ്. അമ്മയുടെ ആ ഒരു കിസ് എനിക്ക് എപ്പോഴും ഒരു ശക്തിയും അതുപോലെ തന്നെ ധൈര്യവുമാണ് തരുന്നത് എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ ആയിരിക്കും നമ്മുടെ റക്കൂൺ ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ റക്കൂണിൻ്റെ തോട്ട്സ് ആണ് നമ്മളവിടെ എഴുതി കൊടുക്കേണ്ടത്. ഇനി ഇതിൽ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബി ആണ്. ദ ലിറ്റിൽ ട്രെയിൻ ട്രൈഡ് ബെസ്റ്റ്. ലിറ്റിൽ ട്രെയിൻ ഒരുപാട് ശ്രമിച്ചു, അതിൻ്റെ നല്ല രീതിയിൽ ശ്രമിക്കുക തന്നെ ചെയ്തു. ബട്ട് ഹെർ വീൽസ് വുഡ് നോട്ട് ടേൺ. പക്ഷെ അതിൻ്റെ വീൽ ഒരിക്കലും തിരിഞ്ഞു വരുന്നില്ല. ദ ക്ലൗൺ ആൻഡ് ദ ഓൾ എനിമൽസ് ജംപ്ഡ് ഔട്ട് ടു ഹെൽപ്പ് ഹെർ. ക്ലൗണും അതുപോലെ തന്നെ എനിമൽസും ഒക്കെ ആ കാഴ്ചയിൽ നിന്നും പുറത്തേക്ക് ചാടി ഇവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി, ലിറ്റിൽ എഞ്ചിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദേ പുഷ്ഡ് ആൻഡ് പുഷ്ഡ്. അവർ നന്നായിട്ട് ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ടേയിരുന്നു. ബട്ട് ദ ലിറ്റിൽ ട്രെയിൻ കുഡിൻറ്റ് മൂവ്. പക്ഷെ എന്താണ്, ലിറ്റിൽ ട്രെയിന് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ഷീ വാസ് വെരി സാഡ്. അതിന് വളരെയധികം സങ്കടം തോന്നുകയാണ്. ഷീ ബിഗേൻ ടു തിങ്ക്. അപ്പോൾ അത് ചിന്തിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. വാട്ട് വിൽ ബി ഹെർ തോട്ട്സ്. അപ്പോൾ എന്തായിരിക്കും നമ്മുടെ ലിറ്റിൽ ട്രെയിൻ ചിന്തിച്ചിട്ടുണ്ടാവുക? റൈറ്റ് ഹെർ തോട്ട്സ്. ആ തോട്ട്സ് ആണ് നമ്മളവിടെ എഴുതേണ്ടത്. എന്തൊക്കെയായിരിക്കും? ഓ ഡിയർ ഐ ഹാവ് മൈ വീൽ സ്റ്റോപ്ഡ്. ഓ പ്രിയപ്പെട്ടവരെ, എൻ്റെ വീൽ ഇവിടെ സ്റ്റോപ്പ് ആയിപ്പോയി. ഐ ട്രൈഡ് മൈ ബെസ്റ്റ്. ഞാൻ നല്ല രീതിയിൽ ശ്രമിച്ചു. ബട്ട് ഐ കനോട്ട് മൂവ്. പക്ഷെ എനിക്ക് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ദ ടോയ്സ് ആൻഡ് ഡോൾസ് ആർ പുഷിങ് സോ ഹാർഡ്. അതുപോലെ തന്നെ ടോയ്സും ഡോൾസും ഒക്കെ എന്നെ ഒരുപാട് ശക്തിയായിട്ട് പുഷ് ചെയ്തു. യെറ്റ് ഐ കാൺട്ട് ഹെൽപ്പ് ദം. പക്ഷെ എനിക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ഹൗ സാഡ് ദ ബോയ്സ് ആൻഡ് ഗേൾസ് വിൽ ബി ഇഫ് ഐ ഡോണ്ട് റീച്ച് ദം വിത്ത് ടോയ്സ് ആൻഡ് ഗുഡ് ഫുഡ്. ആ ബോയ്സും ഗേൾസും ഒക്കെ എത്രത്തോളം വിഷമകരമായിരിക്കും ഞാൻ അവിടെ എത്തിയില്ല എന്നുണ്ടെങ്കിൽ. അവർക്ക് ഗുഡ്സും ഫുഡും ടോയ്സും ഒന്നും കിട്ടിയില്ല അല്ലേ. ഐ വാണ്ടഡ് ടു മേക്ക് ദം ഹാപ്പി. എനിക്ക് അവരെ സന്തോഷത്തിലാക്കണം. ബട്ട് നൗ ഐ ഫീൽ സോ വീക്ക് ആൻഡ് യൂസ്ലെസ്. പക്ഷേ എനിക്കിപ്പോൾ വളരെ വീക്ക്, വളരെ ക്ഷീണവും അതുപോലെ തന്നെ ഒന്നിനും പറ്റാത്തൊക്കെ പോലെ തോന്നുകയാണ്. ഇഫ് ഓൺലി സംവൺ കൈൻഡ് കുഡ് കം ആൻഡ് ഹെൽപ്പ് മീ ക്ലൈംബ് ദ മൗണ്ടെയിൻ. ആരെങ്കിലും വന്നാൽ എൻ്റെ ആ മൗണ്ടെയിൻ്റെ അവിടെ ക്ലൈംബ് ചെയ്താൽ മാത്രമേ എനിക്ക് ഇനി അങ്ങോട്ട് എത്തിച്ചേരാൻ വേണ്ടി പറ്റുള്ളൂ. ഐ ഹോപ്പ് എ സ്ട്രോങ്ങർ എൻജിൻ പാസസ് ബൈ സൂൺ. എനിക്ക് തോന്നുന്നത് ഏതെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു എൻജിൻ ഇതിനെ പാസ് ചെയ്യുമെന്നുള്ളതാണ്. മേ ബി വിത്ത് ദെയർ ഹെൽപ്പ് ഐ ക്യാൻ സ്റ്റിൽ ബ്രിങ് ജോയ് ടു ദ ചിൽഡ്രൻ. അവരുടെ ഹെൽപ്പോട് കൂടിയിട്ട് എനിക്ക് തോന്നുന്നത് വീണ്ടും എനിക്ക് ആ കുട്ടികളെ സന്തോഷത്തിലാക്കാൻ പറ്റും എന്നാണ് തോന്നുന്നത്. ഇതൊക്കെ ആയിരിക്കും നമ്മുടെ ലിറ്റിൽ ട്രെയിൻ ചിന്തിച്ചിട്ടുണ്ടാവുക അല്ലേ. അപ്പോൾ അതൊക്കെയാണ് നിങ്ങൾ അവിടെ തോട്ട്സ് ആയിട്ട് എഴുതേണ്ടത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആക്ടിവിറ്റി നമ്പർ 4 ആണ്, ക്രോസ് വേർഡ് പസിലാണ്.
റീഡ് ദ ഹിൻസ് ഗിവൺ ബിലോ ആൻഡ് കംപ്ലീറ്റ് ദ ക്രോസ്വേഡ് പസിൽ. താഴെയുള്ള സൂചനകൾ നോക്കുക, എന്നിട്ട് ഓരോ ക്രോസ്വേഡ് പസിലിനും ആൻസർ കണ്ടുപിടിക്കാം. എക്രോസ് ആണ് ഫസ്റ്റ് വൺ. ദ സൺ ആൻഡ് സ്റ്റാർസ് ടു ദീസ് ഇൻ ദ സ്കൈ. എന്താണ്? സണ്ണും സ്റ്റാർസും ഒക്കെ ആകാശത്ത് നിന്ന് ഇത് ചെയ്യും. എന്താണ് ചെയ്യുക? എസ് വെച്ചിട്ടാണ് തുടങ്ങുന്നത്, ഇ വെച്ചിട്ടാണ് എൻഡ് ചെയ്യുന്നത്. ഏതാണ്? ഷൈൻ എന്നുള്ളതാണ്, തിളങ്ങുക എന്നുള്ളതാണ് അവർ ചെയ്യുന്നത്. ബി ചോദ്യം, എ പാത്ത് വേർഡ് ട്രെയിൻസ് റൺ. ട്രെയിന് പോകുന്ന ആ പാത്തിനെ പറയുന്ന പേരെന്താണ്? എന്താ പറയുക? ട്രാക്ക് എന്നാണ് പറയുക. TRACK, ട്രാക്ക്. സി, എ ഫണ്ണി പെർഫോമർ ഇൻ എ സർക്കസ്. ഒരു സർക്കസിലെ ഫണ്ണി ആയിട്ടുള്ള പെർഫോമറെ നമ്മൾ എന്താ പറയുന്നത്? ക്ലൗൺ എന്നാണ് പറയുക. കോമാളി എന്ന് പറയും അല്ലേ, ക്ലൗൺ എന്ന് പറയും. ഡൗൺ ആണ് ദ പ്ലേസ് വേർ യു ക്യാച്ച് എ ട്രെയിൻ. ഒരു ട്രെയിൻ എവിടെയാണോ നമ്മൾ ക്യാച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ നിർത്തുന്നത് അവിടെ പറയുന്ന പേരെന്താണ്? സ്റ്റേഷൻ എന്നുള്ളതാണ്. സ്റ്റേഷൻ. ഡൗൺ ആണ് എഴുതേണ്ടത് കേട്ടോ. E1, എ ടോയ് ദാറ്റ് ലുക്സ് ലൈക്ക് എ ബോയ് ഓർ എ ഗേൾ. ഒരു ഗേളിനും ബോയ്ക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടോയെ നമ്മൾ പറയുന്നതാണ് ഡോൾ എന്നുള്ളത്. ഓക്കെ, ഡോൾ, DOLL, ഡോൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആക്ടിവിറ്റി നമ്പർ 5 ആണ്, കോൺവെർസേഷൻ ആണ്. അറ്റംപ്റ്റ് എനി വൺ ഓഫ് ദ 2 ആക്ടിവിറ്റീസ് ബിലോ. താഴെ 2 ആക്ടിവിറ്റി ഉണ്ട്, അതിൽ ഏതെങ്കിലും ഒന്നാണ് നമ്മൾ ചെയ്യേണ്ടത്. റേറ്റ് എ മിനിമം ഓഫ് 5 എക്സ്ചേഞ്ച്. ഏതെങ്കിലും 5 എക്സ്ചേഞ്ച് അഥവാ 5 അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ടോക്സ് വേണമെന്നാണ് പറയുന്നത്. യു മെറ്റ് യുവർ ഓൾഡ് ഫ്രണ്ട് റോഷൻ അറ്റ് ദ സബ് ഡിസ്ട്രിക്റ്റിൽ വെച്ചിട്ട് നിങ്ങളുടെ പഴയ ഫ്രണ്ടായിട്ടുള്ള റോഷനെ കണ്ടുമുട്ടി. സയൻസ് ഫെസ്റ്റ് ആണ് സബ് ഡിസ്ട്രിക്റ്റിൽ നടക്കുന്നത്. റോഷൻ ഈസ് നൗ സ്റ്റഡിങ് ഇൻ അനദർ സ്കൂൾ. റോഷൻ മറ്റൊരു സ്കൂളിലാണ് പഠിക്കുന്നത്, സെയിം സ്കൂളിലല്ല പഠിക്കുന്നത്. യു ബോത്ത് യു റീകളക്റ്റഡ് ദ ഗുഡ് ഓൾഡ് മെമ്മറീസ്. അപ്പോൾ നിങ്ങൾ പഴയ ആ ഒരു മെമ്മറീസ് ഒക്കെ ഒന്ന് വീണ്ടും സംസാരിക്കുകയാണ്, വീണ്ടും റീകളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ റോഷൻ ആൻഡ് യു. അപ്പോൾ റോഷനും നിങ്ങളും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ് നിങ്ങളിവിടെ എഴുതേണ്ടത്. യു, ഹായ് റോഷൻ, ഹൗ ആർ യു. ഹായ് റോഷൻ, നിനക്ക് സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ എന്തായിരിക്കും? അപ്പോൾ റോഷൻ പറയാണ് ഐ ആം ഫൈൻ താങ്ക് യു, ഹൗ അബൌട്ട് യു. എനിക്ക് സുഖമാണ്, എന്താണ് നിന്റെ വിശേഷം എന്ന് ചോദിക്കുകയാണ്. യു, ഐ ആം ഗുഡ്, ഞാൻ നന്നായിട്ടിരിക്കുന്നത്. വിച്ച് സ്കൂൾ ആർ യു സ്റ്റഡിയിങ് നൗ. നീ ഇപ്പോൾ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? റോഷൻ, ഐ ആം സ്റ്റഡിയിങ് ഇൻ സെൻറ്റ് മേരീസ് സ്കൂൾ. ഞാൻ സെൻറ്റ് മേരീസ് സ്കൂളിലാണ് പഠിക്കുന്നത്. യു, ഓ ദാറ്റ്സ് നൈസ്. ഓ അത് നന്നായിരിക്കുന്നത്. ഡു യു റിമെമ്പർ അവർ ഓൾഡ് സ്കൂൾ ഡേയ്സ്. നിനക്ക് ഓർമ്മയുണ്ടോ നമ്മുടെ ആ പഴയ സ്കൂൾ ഡേയ്സ് ഒക്കെ? റോഷൻ, യെസ് ഓഫ് കോഴ്സ്. എനിക്ക് ഓർമ്മയുണ്ട്. വി ഹാഡ് സോ മച്ച് ഫൺ പ്ലേയിങ് ആൻഡ് സ്റ്റഡിയിങ് ടുഗെദർ. നമ്മൾ ഒരുപാട് കളിക്കുകയും പഠിക്കുകയും ഒക്കെ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. യു, ട്രൂ, ഐ റിയലി മിസ് ദോസ് ഡേയ്സ്. ഞാൻ ശരിക്കും ആ ഒരു ദിവസങ്ങളൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. റോഷൻ, മീ ടു. ഞാനും. ഐ എം ഹാപ്പി വി മെറ്റ് ടുഡേ ആഫ്റ്റർ എ ലോങ് ടൈം. ഞാൻ ഇന്ന് വളരെയധികം സന്തോഷത്തിലാണ്, ഒരുപാട് നാളുകൾക്ക് ശേഷം നിന്നെ ഞാൻ കണ്ടുമുട്ടിയതല്ലേ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ റോഷനും റോഷൻ്റെ ഫ്രണ്ടും കൂടെ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുന്നതാണ് നമ്മളിവിടെ കണ്ടിട്ടുള്ളത്. ഇനി ഇതിലെ ബി ചോദ്യം എന്ന് പറയുന്നത് ഇറ്റ് വാസ് ചെസ്റ്റേഴ്സ് ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ. ഇത് ചെസ്റ്ററിൻ്റെ ഫസ്റ്റ് ഡേ ആയിരുന്നു, സ്കൂളിലെ ആദ്യത്തെ ദിവസമായിരുന്നു. ഹി റീച്ച്ഡ് എ ബിറ്റ് ലേറ്റ് ഇൻ ദ ക്ലാസ്. അവൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ക്ലാസ്സിലെത്തിയത്. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ചെസ്റ്റർ ആൻഡ് ഹിസ് ക്ലാസ് ടീച്ചർ. അപ്പോൾ ചെസ്റ്ററും ക്ലാസ് ടീച്ചറും തമ്മിലുള്ള കോൺവെർസേഷനാണ് ഇവിടെ പറയേണ്ടത്. അപ്പോൾ ചെസ്റ്റർ, ഹലോ ടീച്ചർ, മൈ ഐ കം. ടീച്ചറെ ഞാൻ ക്ലാസ്സിലേക്ക് വരട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ടീച്ചർ എന്ത് പറയും? യെസ് ചെസ്റ്റർ, വൈ ആർ യു ലേറ്റ് ടുഡേ. നീ എന്താ ഇന്ന് ലേറ്റ് ആയത്, വരൂ എന്ന് പറയാണ്. ചെസ്റ്റർ, ഐ വാസ് ഫീലിംഗ് എ ലിറ്റിൽ സ്കെയർഡ് ടീച്ചർ. ഞാൻ കുറച്ച് പേടി തോന്നി, അതുകൊണ്ടാണ് ലേറ്റ് ആയത്. ടീച്ചർ, ഡോണ്ട് വെറി, യു വിൽ ലൈക്ക് ദ ക്ലാസ് ഷോർട്ട്ലി. പെട്ടെന്ന് തന്നെ നിനക്ക് ഈ ക്ലാസ്സൊക്കെ ഇഷ്ടമാവുമെന്ന് പറയാണ്. ചെസ്റ്റർ, താങ്ക് യു മാൻ, ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. ഞാൻ എൻ്റെ ബെസ്റ്റ് ട്രൈ ചെയ്യുമെന്ന് പറയാണ്. അപ്പോൾ ഇങ്ങനെയായിരിക്കും ചെസ്റ്ററും ടീച്ചറും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 6th ആക്ടിവിറ്റി എഡിറ്റിംഗ് ആണ്. എഡിറ്റ് ദ ഫോളോയിങ് പാസേജ്. ഇവിടെ ഒരു പാസേജ് തന്നിട്ടുണ്ട്, അത് എഡിറ്റ് ചെയ്യാനാണ് പറയുന്നത്. യെസ്റ്റർഡേ മൈ ഫ്രണ്ട് ആൻഡ് ഐ ഗോ ടു എ പാർക്ക്. അവിടെ ആൻഡ് ഐ ഗോ എന്നുള്ളിടത്ത് ഐ ഗോ എന്നല്ല വരേണ്ടത്, കാരണം എസ്റ്റർഡേ ആയതുകൊണ്ട് തന്നെ ഇത് പാസ്റ്റ് ടെൻസിലാണ് വരേണ്ടത്. അപ്പോൾ വെൻറ്റ് എന്നാണ് വരേണ്ടത്. ഓക്കെ, ഐ വെൻറ്റ് ടു എ പാർക്ക് എന്നാണ്. നെക്സ്റ്റ് വൺ വി പ്ലേഡ് എന്നുള്ളതാണല്ലേ. അവിടെ വി എന്നുള്ളത് ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യാണ്. സോ ഫസ്റ്റ് ലെറ്റർ ഷുഡ് ബി ക്യാപിറ്റൽ ലെറ്റർ. W എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആയിരിക്കണം. ദെൻ പ്ലേഡ് ക്രിക്കറ്റ്. അവിടെ ക്രിക്കറ്റ് എന്നതിൻ്റെ സ്പെല്ലിംഗ് കറക്റ്റ് അല്ല, CRICKET എന്നുള്ളതാണ് ക്രിക്കറ്റ് എന്ന് വരേണ്ടത്. ആൻഡ് ഹാഡ് എ ലോട്ട് ഓഫ് ഫൺ. അവിടെ എന്താണ് ഫൺ എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ക്വസ്റ്റ്യൻ മാർക്ക് അല്ല വരേണ്ടത്, ഫുൾ സ്റ്റോപ്പ് ആണ് വരേണ്ടത്. ദെൻ മൈ ഫ്രണ്ട് ഹിറ്റ് ദ ബോൾ ആൻഡ് റാൻ ഫാസ്റ്റ് വെരി. അവിടെ ഫാസ്റ്റ് വെരി എന്നല്ല, വെരി ഫാസ്റ്റ് എന്നുള്ളതാണ് കറക്റ്റ് വേർഡ് യൂസേജ്. അപ്പോൾ അവിടെ അങ്ങനെ തന്നെ നിങ്ങൾ എഴുതി കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സും കൂടെ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്ത് നോക്കാം. എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു. നന്നായിട്ട് എക്സാം എഴുതുക. ഓൾ ദ ബെസ്റ്റ്.